ഇന്ത്യൻ ഫുട്ബോളിൽ ഓയിൽ മണി കൊണ്ടിറക്കി അതിന്റെ പുറത്ത് കിടന്ന് കട പറങ്ങുന്ന മുംബൈ സിറ്റി FC ഒരു താരത്തിന് വേണ്ടിയിട്ടുള്ള റേസിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയും ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല, നമ്മളുടെ മാനേജ്മെന്റ് മൊത്തം പിശുക്കന്മാരാണെന്ന്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ പുറത്തേക്ക് വരുന്ന കുറച്ച് ലീക്കേജ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നോഹ സദോയെ സ്വന്തമാക്കി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് ഇന്നലെ അല്ല, കഴിഞ്ഞ സീസണിന്റെ പകുതിയിൽ വെച്ചിട്ട്, കഴിഞ്ഞ സീസൺ ഒന്നും അല്ല, ഈ സീസണിന്റെ പകുതിയിൽ വെച്ച് തന്നെ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ ഫുട്ബോൾ ജേർണലിസ്റ്റുകളെല്ലാം അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സത്യമാണ്. 2 വർഷത്തെ കോൺട്രാക്റ്റിൽ നോഹ സദോയെ സൈൻ ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. കാരണം മാത്രമല്ല, അടുത്ത സീസണിൽ FC ഗോവയിൽ നോഹ തുടരത്തുമില്ല എന്ന് പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സിറ്റി ഗ്രൂപ്പിന്റെ മുംബൈ സിറ്റി FC അതിശക്തമായിട്ടുള്ള വെല്ലുവിളിയെ അതിജീവിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോഹ സദോയെ സ്വന്തമാക്കിയത്. മുംബൈ സിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലാണ് നോഹയ്ക്ക് വേണ്ടി മത്സരിച്ചത്. ഒടുവിൽ മുംബൈയുടെ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടാണ് നോഹയെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത്, അല്ലെങ്കിൽ സൈൻ ചെയ്യുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത്. ടു ബി ഫ്രാങ്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവിശ്വസനീയതയുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിൽ. കാരണം സിറ്റി ഗ്രൂപ്പിനെയൊക്കെ ബ്ലാസ്റ്റേഴ്സിന് മറികടക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പുതിയ സംഭവമൊന്നുമല്ല. കാരണം അഡ്രിയാൻ ലൂണയെ സിറ്റി ഗ്രൂപ്പിന്റെ വെല്ലുവിളി മറികടന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത്. അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാനും മുംബൈ സിറ്റി മുന്നിലുണ്ടായിരുന്നു. അവരുടെ വെല്ലുവിളി മറികടന്നാണ് നമ്മൾ ലൂണയെ ഒരു അർദ്ധരാത്രിയിൽ കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെ മുംബൈ സിറ്റിയുടെ വെല്ലുവിളിയെ അതിജീവിച്ചാണ് നോഹ സദോയി വരുന്നത് എന്ന് റിപ്പോർട്ടുകൾ പ്രചരിക്കുമ്പോൾ ഇത്തിരി ആശങ്കയോടെയെങ്കിലും വിശ്വസിക്കാതിരിക്കാൻ വേറെ വഴിയില്ല.